കാന്താര കണ്ടിറങ്ങിയതേ ഉള്ളൂ. അടിപൊളി ഫിലിമാണ്. എനിക്ക് കാന്താര 1 അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അതിന്റെ റിലീജിയസ് ആസ്പെക്ട് അല്ല എനിക്ക് ഇഷ്ടമാകാത്തത്. ചില ആക്ടിങ് മെത്തേഡും അത് എനിക്ക് പേഴ്സണലി അത്ര കണക്ട് ആയതായിട്ട് തോന്നിയില്ല. പക്ഷെ അതിനെല്ലാം മാറ്റി മറിച്ചോണ്ട് സെക്കൻഡ് പാർട്ട് ഓസം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫിലിമിനെ കാട്ടിലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ സോങ്സും ബിജിഎംസും ആണ്. സോങ്സിനെ കുറിച്ച് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത്തവണയും. എവിടെയൊക്കെയോ ചെറിയ ചെറിയ പാട്ടുകളിൽ എന്തൊക്കെയോ ചായ എനിക്ക് തോന്നിയതായിട്ട് എനിക്ക് മാത്രം തോന്നിയതാണോ എനിക്കറിയില്ല. പക്ഷെ ബിജിഎം വാസ് ഗ്രേറ്റ്. ആൻഡ് ഈ സീൻ വാസ് റിയലി ക്യൂറേറ്റഡ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ സീൻസും. പ്രത്യേകിച്ച് അതിന്റെ റിലീജിയസ് ആസ്പെക്ട് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു ഫിലിം തന്നെയാണ്. നല്ല കിടിലം സിനിമാറ്റുണ്ട്. ഓരോ ഫ്രെയിമും അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ വേറൊരു ഭാഷയുടെ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ് മലയാളി ഓഡിയൻസിന് അത് ഇഷ്ടാവൂ എന്നുള്ളത്. പ്രത്യേകിച്ച് പുഷ്പയൊക്കെ നമുക്ക് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ട ഒരു ഇതല്ല. ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ്. പക്ഷെ എനിക്ക് പുഷ്പ അത്ര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുപോലെ അല്ല കാന്താര മലയാളി ഓഡിയൻസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ, പ്രത്യേകിച്ച് സെക്കൻഡ് പാർട്ട് ഞാൻ മലയാളി ഇപ്പൊ ഇറങ്ങിയത് എന്തായാലും മലയാളി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും മലയാളികൾക്ക് ആക്ച്വലി ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കാണുമ്പോൾ അറിയാം. നമ്മുടെ കുറച്ച് എന്താ റിലീജിയസ് എന്ന് മാത്രമല്ല, നമ്മുടെ കുറച്ച് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ഇതിലും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും ഈ ഫിലിമിൽ എനിക്ക് പറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇത് എഴുതിയതും ഡയറക്ട് ചെയ്തതും ഋഷഭ് ഷെട്ടി തന്നെയാണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പുതിയ അറിവാണ്. പക്ഷെ അടിപൊളി. ഓരോ ഫ്രെയിമും ഭയങ്കര നന്നായിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഒരു ഭയങ്കര പോപ്പുലർ ഫിലിമാണ്. ഇന്ന് റിലീസ് ആയതേ ഉള്ളൂ. അപ്പോ ആൻഡ് ടിക്കറ്റിന്റെ വിലയൊക്കെ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പൊ വേറൊരു ഭാഷയിൽ ഉണ്ടാക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പോകുമ്പോൾ നമ്മളുമായിട്ട് കണക്ട് ആവും. മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരിൽ ഉണ്ടാവുക. കാന്താര 2 ഇസ് ഗ്രേറ്റ്. നമുക്ക് നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന കോൺസെപ്റ്റുകളുള്ള ഒരു ഫിലിം തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല, നിങ്ങളെ കണ്ടു തന്നെ അറിയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മാക്സിമം തിയേറ്ററിൽ തന്നെ, ഞാൻ ഐമാക്സിലല്ല കണ്ടത്. ഐമാക്സിൽ കാണാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ ലക്സിലാണ് കണ്ടത്. ഐമാക്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. OTT വരാൻ മാക്സിമം വെയിറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. സോ മേക്ക് ഷുവർ യു കം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദിസ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ തിങ്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടാണോ ഇതാണോ കൂടുതൽ ഇഷ്ടമായത് എന്ന് പറയാൻ മറക്കരുത്. കണ്ട ആൾക്കാർ പറയാ ഈ ഫസ്റ്റ് പാർട്ടാണോ ഇതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു.